ട്രംപ് ഭരണകൂടത്തിന്റെ നാടുകടത്തൽ നയത്തിനെതിരെ ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളിൽ നടപടി കടുപ്പിച്ച് ട്രംപ് പ്രതിഷേധക്കാരെ കൂട്ടമായി അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പ്രതിഷേധങ്ങൾക്കിടെ നഗരത്തിൽ വ്യാപകമായി കൊള്ള നടന്നു. പ്രക്ഷോഭം രൂക്ഷമായ ലോസ് ആഞ്ചലസ് ഡൗൺ ടൗണിലും പരിസരങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തി. പ്രതിഷേധങ്ങൾ 5ാം ദിനത്തിലെത്തുമ്പോൾ LA ഡൗൺ ടൗണിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മേയർ കേരൻ ബാസ്. ചൊവ്വാഴ്ച രാത്രി 8 മണി മുതൽ ബുധനാഴ്ച രാവിലെ 6 മണി വരെയാണ് കർഫ്യൂ. ഈ സമയം നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ചുരുക്കം ചില അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കർഫ്യൂ എന്നാണ് മേയറുടെ വിശദീകരണം. പ്രതിഷേധങ്ങളുടെ മറവിൽ നഗരത്തിൽ പലയിടങ്ങളിലായി വ്യാപക കൊള്ള നടന്നതായും 7 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. കാലിഫോർണിയയിലെ മറ്റ് നഗരങ്ങളിലേക്കും രാജ്യവ്യാപകമായും ICE റെയ്ഡുകൾക്കെതിരായ പ്രകടനങ്ങൾ വ്യാപിക്കുന്നുണ്ട്. ഡാലസ്, ഓസ്റ്റിൻ, ടെക്സസ്, ചിക്കാഗോ, ന്യൂയോർക്ക് എന്നിവിടങ്ങളിലായി ഇന്നലെ ആയിരങ്ങൾ തെരുവിലിറങ്ങി. അടുത്ത ദിവസം വാഷിംഗ്ടണിൽ ട്രംപ് നടത്താനിരുന്ന സൈനിക പരേഡിനോടനുബന്ധിച്ച് രാജ്യവ്യാപക പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് പ്രതിഷേധക്കാർ. റെയ്ഡ് നടപടികളിൽ നിന്ന് പിന്മാറണമെന്നും സൈന്യത്തെ വിന്യസിച്ച് പ്രകോപനം ഉണ്ടാക്കരുതെന്നും കാലിഫോർണിയ ഭരണകൂടം ആവർത്തിച്ച് ആവശ്യപ്പെടുമ്പോഴും കുടിയേറ്റ നിയന്ത്രണങ്ങളിൽ നിന്ന് 1 ഇഞ്ച് പിന്നോട്ടില്ലെന്നാണ് ട്രംപിന്റെ നിലപാട്. സൈനികരെ പിൻവലിക്കണമെന്ന കാലിഫോർണിയ സ്റ്റേറ്റിന്റെ ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ 24 മണിക്കൂർ സാവകാശമാണ് ഫെഡറൽ കോടതി ട്രംപ് ഭരണകൂടത്തിന് അനുവദിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച കേസിൽ വീണ്ടും വാദം കേൾക്കും. അതേസമയം നാഷണൽ ഗാർഡ്സിനൊപ്പം ചേർന്ന 100 കണക്കിന് മറൈൻ സൈനികർ ലോസ് ആഞ്ചൽസിന് തെക്ക് സീൽ ബീച്ച് പരിസരത്ത് തമ്പടിച്ചിരിക്കുകയാണ്. ഈ സൈനിക വിന്യാസത്തിനുള്ള ഏകദേശ ചെലവ് $134 മില്യൺ വരുമെന്നാണ് പെന്റഗൺ വൃത്തങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.